ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡ്സ് ടിഫിൻ ബോക്സ് റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് ഓംലെറ്റിന്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ വിത്തിൻ ഒരു 2 minutes കൊണ്ട് നമുക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കിഡ്സ് ടിഫിൻ ബോക്സ് റെസിപ്പി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഫുഡാണിത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. സോ നമുക്ക് വേഗം തന്നെ കിച്ചണിൽ പോകാം, ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാം. നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ഒരു സൈഡ് മാത്രം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഒരു ചെറിയ സ്ലൈസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം നല്ല മീഡിയത്തിൽ വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ബട്ടർ കരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് പാൻ എല്ലാ ഭാഗത്തോട്ടും ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ബ്രെഡിൻ്റെ ഒരു സൈഡ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. 2 സൈഡും ടോസ്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു സൈഡ് മാത്രം ടോസ്റ്റ് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. കരിഞ്ഞു പോകാൻ പാടില്ല. ഫൈനായിട്ട് ടോസ്റ്റ് ആയിട്ട് വരണം. നമുക്ക് നോക്കിയേ, കണ്ട ഇതുപോലെ കറക്റ്റായിട്ട് ടോസ്റ്റ് ആയിട്ട് വരണം. ഒത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല. ഇതാണ് കറക്റ്റ് ആ ഒരു ടോസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ്. ഇതുപോലെ അടുത്ത സ്ലൈസ് നമുക്കങ്ങ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു സൈഡ് മാത്രം ടോസ്റ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഈ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് രണ്ടും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ടയുടെ കൂട്ട് പ്രിപ്പയർ ചെയ്തെടുക്കണം. അപ്പം ഇതുപോലത്തെ ഒരു ബൗൾ എടുക്കുക. ഇതിലോട്ട് ഞാൻ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു മീഡിയം സൈസ് സവാളയുടെ ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ 2 മുട്ടയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്യാം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ 2 പച്ചമുളക്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയുടെ ഒരു ചെറിയ പാർട്ട്, ഒരു മീഡിയം സൈസ് തക്കാളിയുടെ വളരെ ചെറിയൊരു പാർട്ട്. ഇത്രയുമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ലീവ്സ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സ്പിനാച്ച് ലീവ്സോ അല്ലാന്നുണ്ടെങ്കിൽ മല്ലിയിലയോ കറിവേപ്പിലയോ ലെറ്റൂസ് ലീവ്സോ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് ലീഫ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് ലീഫ് ആണെങ്കിലും വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ മല്ലിയിലയാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ലെറ്റൂസോ സ്പിനാച്ചോ ആണ്. ഇനി ഞാൻ ഇതിൽ ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുവാണ്. 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മുട്ട നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂൺ വെള്ളം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മുട്ട പൊരിക്കുമ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ നല്ല പ്ലെയിൻ വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന ഓയിലാണെങ്കിൽ ഓയിൽ ഒഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ബട്ടർ ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് ഫ്ലെയിമൊക്കെ മീഡിയത്തിൽ വയ്ക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ കരിഞ്ഞു പോവാതെ പ്രത്യേകം സൂക്ഷിക്കുക. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയുടെ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ ഈ ടോസ്റ്റ് ചെയ്ത ഭാഗം പുറത്ത് വരണം, ടോസ്റ്റ് ചെയ്യാത്ത ഭാഗം അകത്ത് വരണം. ആ രീതിക്ക് ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ
ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. 2 ബ്രെഡ് സ്ലൈസും ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് തിരിച്ച് അങ്ങ് വയ്ക്കാം. നമ്മൾ മുട്ടയുടെ പാനിൽ ചേർന്നിരിക്കുന്ന ഭാഗം കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിമൊക്കെ മീഡിയത്തിൽ തന്നെ ഇടുക. ഒത്തിരി ഫ്ലെയിം കൂടിപ്പോകാൻ പാടില്ല. ഒത്തിരി കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ഓംലേറ്റിന് ടേസ്റ്റ് ഉണ്ടാവത്തില്ല കഴിക്കാനായിട്ട്. കരിഞ്ഞു പോകാനേ പാടില്ല. ഇനി നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് ഈ ബ്രെഡ് മുട്ടയും കൂടെ ഒറ്റ യൂണിറ്റ് ആയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. കണ്ടോ, കറക്റ്റാണ് നമ്മുടെ കൺസിസ്റ്റൻസി. മുട്ട ഒത്തിരി അങ്ങ് എന്താ പറയുക, ഒത്തിരി അങ്ങ് കരിഞ്ഞു പോയിട്ടില്ല. കറക്റ്റ് വേവാണ് കേട്ടോ. ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മുട്ട കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് തന്നെ നമ്മൾ മറിച്ചിടുക. ഈ ബ്രെഡിൻ്റെ ആ ടോസ്റ്റ് ആവാത്ത ഭാഗം ഒന്ന് ടോസ്റ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബ്രെഡിൻ്റെ അതർ സൈഡൊക്കെ ടോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് വേണം നമുക്കത് ബ്രെഡ് സാൻഡ്വിച്ച് പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ നിന്നൊക്കെ ഉള്ള ഭാഗമൊക്കെ ഒന്ന് അകത്തോട്ടൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഒത്തിരിയൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് രണ്ടും കൂടെ ഇങ്ങനെ സാൻഡ്വിച്ചിൻ്റെ രൂപത്തിലാക്കാം. അങ്ങ് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് തയ്യാറായിട്ടുണ്ട്. ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. നമ്മുടെ ഈ മുട്ടയുടെ കുറച്ച് ഭാഗം ഒത്തിരി അങ്ങ് വെന്ത് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. ഞാൻ കാണിച്ചു തന്ന അതേ പരുവത്തിന് തന്നെ കുക്ക് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി നമുക്ക് ഇത് ഒറ്റ സ്ലൈസ് ഇതായിട്ട് കഴിക്കാനായിട്ട്, ഒറ്റ ബ്രെഡ് ഓംലേറ്റ് ആയിട്ട് കഴിക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് ഇത് കട്ട് ചെയ്ത് 4 പീസാക്കിയോ 2 പീസാക്കിയോ ഒക്കെ കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 2 or 4 സ്ലൈസൊക്കെ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ.